നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ RSSന്റെ വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനുള്ള അടവായിട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുതിയ പ്രസ്താവനയെന്ന് രമേശ് ചെന്നിത്തല MLA. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരത്തിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൊതുടാപ്പുകളിൽ നിന്നും ജലം ഉപയോഗിച്ച വകയിൽ ജലവകുപ്പിന് ആലപ്പുഴ നഗരസഭ നൽകാനുണ്ടായിരുന്ന 58 കോടിയോളം രൂപ വാട്ടർ അതോറിറ്റി ഒഴിവാക്കിയതായി നഗരസഭാ അധ്യക്ഷ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. ബുധനാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് നഗരസഭാ അധ്യക്ഷ വിവരം അറിയിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. SD കോളേജ്, NCC, NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെ കോളേജിന്റെ നോർത്ത് ബ്ലോക്ക് ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ RSSന്റെ വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനുള്ള അടവായിട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുതിയ പ്രസ്താവന എന്ന് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ RSSന്റെ വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനുള്ള അടവായിട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുതിയ പ്രസ്താവനയെന്ന് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSും കേരളത്തിലെ BJP നേതൃത്വവുമായി കഴിഞ്ഞ കുറേ കാലമായി തന്നെ CPIMന് ബന്ധമുണ്ടെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ BJPയുടെ വോട്ട് CPIMന് ലഭിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതുകൊണ്ട് തന്നെ CPIMും BJPയും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണെന്നും അതിന്റെ തുടർച്ചയെന്നോണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി RSSുമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ബന്ധത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. RSSന്റെ വോട്ട് നിലമ്പൂരിൽ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. RSSും കേരളത്തിലെ BJP നേതൃത്വവുമായി കഴിഞ്ഞ കുറെ കാലമായി തന്നെ ഇവർക്ക് ബന്ധമുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിലാണ് BJPയുടെ വോട്ട് CPIMന് ലഭിച്ചത്. അപ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. അത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം M സ്വരാജൻ ആരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടിയുള്ള ഒരു നിലപാടാണ് CPIM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് BJP CPIMന് വോട്ട് ചെയ്ത് തുടർഭരണത്തിനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ആലപ്പുഴ നഗരത്തിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൊതുടാപ്പുകളിൽ നിന്നും ജലം ഉപയോഗിച്ച വകയിൽ ജലവകുപ്പിന് നഗരസഭ നൽകാനുണ്ടായിരുന്ന 58 കോടിയോളം രൂപ വാട്ടർ അതോറിറ്റി ഒഴിവാക്കിയതായി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അറിയിച്ചു. ബുധനാഴ്ച ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിലാണ് വിവരം അറിയിച്ചത്. ആലപ്പുഴ നഗരത്തിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൊതുടാപ്പുകളിൽ നിന്നും ജലം ഉപയോഗിച്ച വകയിൽ ജലവകുപ്പിന് ആലപ്പുഴ നഗരസഭ നൽകാനുണ്ടായിരുന്ന 58 കോടി രൂപ വാട്ടർ അതോറിറ്റി ഒഴിവാക്കിയതായി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. ബുധനാഴ്ച ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിലാണ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നഗരസഭ വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടിയിരുന്ന 58 കോടിയോളം രൂപ കുടിശ്ശിക എഴുതിത്തള്ളിയ വിവരം കൌൺസിലിനെ അറിയിച്ചത്. വരും ദിവസങ്ങളിൽ നഗരസഭാ ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും സംയുക്തമായി നഗരത്തിലെ മറ്റ് പൊതുടാപ്പുകൾ പരിശോധിക്കുമെന്നും അത്യാവശ്യമല്ലാത്ത മുഴുവൻ വാട്ടർ ടാപ്പുകളും ഒഴിവാക്കാൻ ധാരണയായതായും കൌൺസിൽ യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. കളർകോട് താനാക്കുളം നവീകരിക്കുകയും ചുറ്റും പാർക്കടക്കം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിച്ചതായും അതോടൊപ്പം 25 ലക്ഷം രൂപ ചെലവിൽ പതിയാംകുളങ്ങര ക്ഷേത്രകുളം നവീകരിക്കാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സെക്രട്ടറി ഷിബു നാൽപ്പാട്, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, നസീർ പുന്നക്കൽ, R വിനീത, കക്ഷി നേതാക്കൾ, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ കൌൺസിൽ യോഗത്തിൽ സംബന്ധിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. SD കോളേജ്, NCC, NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെ നോർത്ത് ബ്ലോക്ക് ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണ ചടങ്ങിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാനം മഹാദാനം എന്ന സന്ദേശമുയർത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസും SD കോളേജ്, NCC, NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്.
SD കോളേജ് നോർത്ത് ബ്ലോക്ക് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 100ഓളം പേർ രക്തം ദാനം ചെയ്തു. ബാങ്കിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പിൽ നിന്നും ലഭിച്ച രക്തം വണ്ടാനം TD മെഡിക്കൽ കോളേജ് ആശുപത്രി ബ്ലഡ് ബാങ്കിന് കൈമാറുമെന്ന് HR മാനേജർ KR അഭിലാഷ് ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായി രാജ്യവ്യാപകമായി നമ്മൾ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ SD കോളേജും റീജിയണൽ ഓഫീസ് ആലപ്പുഴയും ചേർന്ന് നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100ഓളം ആൾക്കാരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫുകളും SD കോളേജിലെ NSS ആൻഡ് NCC യൂണിറ്റുകളും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ മാനേജർ TV മനോജ്, ചീഫ് മാനേജർ J കാഞ്ചന, R അനിൽകുമാർ, സുജിത് ചന്ദ്രൻ, S ശരത് ലാൽ, M അനിൽകുമാർ, SD കോളേജ് NCC NSS ഓഫീസർമാരായ ദാമു ചന്ദ്രൻ, ഡോക്ടർ S ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് ആലപ്പുഴ തുമ്പോളി ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് PP ചിത്തരഞ്ജൻ MLA ആവശ്യപ്പെട്ടു. KSRTC CMDക്ക് അയച്ച കത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. KSRTC പുതുതായി പ്രസിദ്ധപ്പെടുത്തിയ ലിസ്റ്റിൽ ആലപ്പുഴയിലെ പ്രധാന കേന്ദ്രമായിട്ടുള്ള തുമ്പോളി ജംഗ്ഷൻ ഉൾപ്പെട്ടിട്ടില്ല എന്നും അടിയന്തരമായി തുമ്പോളിയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശം ഉണ്ടാകണമെന്ന് PP ചിത്തരഞ്ജൻ MLA ആവശ്യപ്പെട്ടു. തീരദേശത്തു നിന്നും NHലേക്ക് എത്തുന്ന പ്രധാന പ്രവേശന കവാടമാണ് തുമ്പോളി. ആലപ്പുഴ ശവക്കോട്ടപ്പാലം കഴിഞ്ഞാൽ പിന്നെ കരവൂർ ജംഗ്ഷനിൽ മാത്രമാണ് സ്റ്റോപ്പുള്ളത്. തുമ്പോളിയിൽ ഒരു സ്റ്റോപ്പ് കൂടി അനുവദിക്കേണ്ടത് അനിവാര്യമാണെന്നും MLA കത്തിൽ ചൂണ്ടിക്കാട്ടി. HSLAM MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി. കളർകോട് ഗവൺമെന്റ് LP സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. HSLAM MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 19 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ സ്കൂൾ ബസ് കൈമാറി. കളർകോട് ഗവൺമെന്റ് LP സ്കൂളിന് അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. 40 ഇരിപ്പിട സൗകര്യമുള്ള ബസ്സാണ് സ്കൂളിന് വാങ്ങി നൽകിയത്. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ SMC വൈസ് ചെയർമാൻ M പ്രകാശ്, AEO MK ശോഭന, കൗൺസിലർ ഹരികൃഷ്ണൻ, പ്രഥമാധ്യാപിക PP ശാലിനി, സീനിയർ അസിസ്റ്റന്റ് CS അനിതമ്മ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ RSSന്റെ വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനുള്ള അടവായിട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുതിയ പ്രസ്താവനയെന്ന് രമേശ് ചെന്നിത്തല MLA. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരത്തിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പുകളിൽ നിന്നും ജലം ഉപയോഗിച്ച വകയിൽ ജലവകുപ്പിന് ആലപ്പുഴ നഗരസഭ നൽകാനുണ്ടായിരുന്ന 58 കോടിയോളം രൂപ വാട്ടർ അതോറിറ്റി ഒഴിവാക്കിയതായി നഗരസഭാ അധ്യക്ഷ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. ബുധനാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് നഗരസഭാ അധ്യക്ഷ വിവരം അറിയിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 70ാമത് ദേശീയതല സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. SD കോളേജ് NCC NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെ കോളേജിന്റെ നോർത്ത് ബ്ലോക്ക് ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.